ഹലോ, നമസ്കാരം. നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ആറാമത്തെ സെമസ്റ്റർ BA എക്കണോമിക്സിൻ്റെ ഭാഗമായിട്ടുള്ള ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് ഇൻവെസ്റ്റ്മെൻറ്റ് തിയറി ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് എന്നുള്ളതാണ്. നമ്മൾക്കറിയാം നമ്മൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ആ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്ന പലിശയുമായി, ഡിസ്കൗണ്ട് റേറ്റുമായി ബന്ധപ്പെട്ട, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്താണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്നുള്ളതാണ്. ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലൊരു 10 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, ഈ 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് മാർക്കറ്റിൽ ഒരുപാട് ബോണ്ടുകൾ വാങ്ങാം, ഷെയറുകൾ വാങ്ങാം, സെക്യൂരിറ്റികൾ വാങ്ങാം, ഡിബെഞ്ചറുകൾ വാങ്ങാം. ഇങ്ങനെ പല പല സാധ്യതകളുണ്ട്. അതല്ലെങ്കിൽ ഗോൾഡ് മേടിക്കാം, അല്ലെങ്കിൽ കടകൾ തുടങ്ങാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഭൂമി മേടിക്കാം. ഇങ്ങനെ ഒരുപാട് അനന്തമായ സാധ്യതകളുണ്ട്. ഈ സാധ്യതകളിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും നല്ലത് ഏതാണെങ്കിൽ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അതിന് നമ്മളെ സഹായിക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് that studies how resources and assets are used and distributed in the various financial markets. കണ്ടോ, നമ്മളെ കയ്യിലുള്ള വിഭവങ്ങൾ നമ്മൾ അസറ്റുകൾ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതാണ്, എന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് എക്കണോമിക്സ് that studies how the resources and assets are used and distributed in the various financial മാർക്കറ്റ്. അല്ലേ? ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ മാർക്കറ്റുകൾ? ഡെപ്പോസിറ്റ്, സ്റ്റോക്ക്, ബോണ്ട്, ഡെറിവേറ്റീവ്സ്, മ്യൂച്വൽ ഫണ്ട് ഒക്കെ എന്താണ്? ഫിനാൻഷ്യൽ എക്കണോമിക്സ്. അല്ലെങ്കിൽ പറയാം ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആൾസോ സ്റ്റഡീസ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഏത് തമ്മിലുള്ള ബന്ധം? ഫിനാൻഷ്യൽ വേരിയബിൾസ്, പ്രൈസ്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രൈസ് ഓഫ് സ്റ്റോക്ക്. കണ്ടോ, അപ്പോൾ ഫിനാൻഷ്യൽ വേരിയബിൾസ് തമ്മിലുള്ള കണക്ഷൻ, ഇൻ്റർ റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഭൂമി വാങ്ങിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ബാങ്കിലിട്ടാൽ എന്ത് പലിശ കിട്ടും? അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങി മറിച്ച് വെക്കുമ്പോൾ എന്ത് വില കിട്ടും? അപ്പോൾ വിലയാവാം, പലിശയാവാം, അല്ലെങ്കിൽ എന്താണ് പ്രൈസ്, സ്റ്റോക്കിൻ്റെ വിലയാവാം. ഇവ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖയാണ് എന്ത്? ഫിനാൻഷ്യൽ എക്കണോമിക്സ്. അപ്പോൾ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഈസ് ആൾസോ സ്റ്റഡീസ് ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ വേരിയബിൾസ്. അല്ലേ? ഓക്കെ, നമ്മൾ ഈ പറയുന്ന പോയിന്റുകൾ നിങ്ങൾ എഴുതി വെക്കണം. ക്ലിയർ? അത് മാത്രം എന്നിട്ട് വായിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ എക്സാമിന് പോകുന്ന വരെ അത് മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് വലിച്ചു വാരി നോക്കേണ്ടതില്ല. ഈ പറയുന്ന പോയിന്റുകൾ എഴുതി വെക്കുക. ഇപ്പോൾ നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്ന് കണ്ടു. ഇനി സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത്. അങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം ഫിനാൻഷ്യൽ എക്കണോമിക്സ് എന്താണെന്ന് എഴുതുക. അതിനുശേഷം നമ്മൾക്കറിയാം ഫിനാൻഷ്യൽ എക്കണോമിക്സ് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്നാമത് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഡീൽസ് വിത്ത് ദ ഡിസിഷൻ മേക്കിംഗ് ഓൺ ദ കറണ്ട് കൺസെപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ സേവിങ്. കണ്ടോ, ഇപ്പോഴുള്ള കറണ്ട് കൺസെപ്ഷനെ കുറിച്ചും ഫ്യൂച്ചർ സേവിങ്ങിനെ കുറിച്ചും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ എക്കണോമിക്സ് ഹെൽപ്പ് അസ് നമ്മെ സഹായിക്കുന്നു ടു ടേക്ക് ദ ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻസ്. കറക്റ്റായിട്ടുള്ള, ക്വിക്കായിട്ടുള്ള, പ്രോംപ്റ്റായിട്ടുള്ള, അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. ഫിനാൻഷ്യൽ എക്കണോമിക്സിൻ്റെ സ്കോപ്പുകൾ പഠിക്കുമ്പോൾ നമുക്ക് ടു മാനേജ് ആൻഡ് വാല്യൂ ദ അസറ്റ്. കണ്ടോ, അസറ്റിൻ്റെ വാല്യൂ മാനേജ് ചെയ്യാനും അസറ്റിൻ്റെ വാല്യൂ മനസ്സിലാക്കാനും സഹായിക്കുന്നു. ഒന്നാമത്തെ എന്താണ്? ടു മാനേജ് ആൻഡ് വാല്യൂ അസറ്റ്. രണ്ടാമത് ടു ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ബിസിനസ് വേൾഡ്. കണ്ടോ, ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ ബിസിനസ് എന്താണ്? സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ എക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ എന്താണ് ബിസിനസ്, ഇന്നിപ്പോൾ ബിസിനസ് കണ്ടീഷനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. ബിസിനസ് സാഹചര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ടു ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ബിസിനസ് വേൾഡ്. ടു ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഫിനാൻഷ്യൽ സിസ്റ്റം ഓഫ് വർക്ക്സ്. എങ്ങനെയാണ് ഈ ഫിനാൻഷ്യൽ സിസ്റ്റം, ഈ ധനപരമായ വ്യവസ്ഥകൾ, ധനപരമായ മേഖലകൾ എങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. എന്താണ്? ടു ഹാവ് ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ ഫിനാൻഷ്യൽ സിസ്റ്റംസ്. ഓക്കെ, അടുത്ത് ടു നോ അബൌട്ട് റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഡ്യൂറിങ് ദ അൺസർട്ടനിറ്റി. നമുക്ക് എന്താണ് അൺസർട്ടനിറ്റീസ് ഉണ്ടാവും, അരക്ഷിതാവസ്ഥകളുണ്ടാവും. ഈ അരക്ഷിതാവസ്ഥകളെ നമ്മൾ എന്താണ് മാനേജ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ വിലക്കയറ്റം ഉണ്ടായി, വിലത്തകർച്ച ഉണ്ടായി, അല്ലെങ്കിൽ കൊറോണ വന്നു, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വന്നു, ഇങ്ങനെയുള്ള പല അൺസർട്ടനിറ്റീസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ അൺസർട്ടനിറ്റീസ് സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജി നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു ആര്? ഫിനാൻഷ്യൽ എക്കണോമിക്സ്. ടു നോ അബൌട്ട് ദ റിസ്ക് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് അബൌട്ട് അൺസർട്ടനിറ്റി.
ടു ഇവാലുവേറ്റ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് പ്രൈസസ് ഓവർ ദ ടൈം ഇൻ സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് ഉണ്ടോ. അതായത് വിലയിലുണ്ടാകുന്ന മൂവ്മെൻറ്റുകൾ, വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഒരു ഊഹ കച്ചവടത്തിലെ സ്പെക്കുലേറ്റീവ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഊഹ കച്ചവടമാണ്. ഒരു ഊഹ കച്ചവടത്തിൽ വിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ടു നോ ഹൗ ദ അസറ്റ് പ്രൈസ് ആർ ഡിറ്റർമൈൻഡ് ഡ്യൂറിങ് ദ ടൈം ഓഫ് അൺസർട്ടനിറ്റി. ഒരു അൺസർട്ടനിറ്റി, അരക്ഷിതാവസ്ഥയിൽ എങ്ങനെയാണ് നമ്മൾ ഈ അസറ്റിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നതെന്ന് സഹായിക്കും. നമ്മളെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. ടു മാനേജ് ആൻഡ് വാല്യൂ ഓഫ് അസറ്റിൻ്റെ വാല്യൂ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു. വേൾഡ് ഇക്കോണമി അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സഹായിക്കുന്നു. ഫിനാൻഷ്യൽ വർക്കൗട്ട് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. വിലക്കയറ്റ അൺസർട്ടനിറ്റിയുടെ സ്ട്രാറ്റജി മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ വിലയിലെ മാറ്റം മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ പ്രൈസ് അസറ്റ് ഓഫ് പ്രൈസ് തീരുമാനിക്കുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അടുത്ത ടോപ്പിക്ക് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്, ഇപ്പോൾ ഉദാഹരണം എടുക്കണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇത് തന്നെയാണ് ഈ കൺസെപ്റ്റ് കഴിഞ്ഞ ഒരു ഉദാഹരണം. ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് ഒരാൾ ഒരു 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് കഴിഞ്ഞ വർഷം 2024 ജൂൺ മാസത്തിൽ ഒരു 10,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു. ആ വ്യക്തി എനിക്കിപ്പോൾ തിരിച്ചു തന്നാൽ ഒരിക്കലും ഞാൻ അന്ന് കൊടുത്ത പണത്തിൻ്റെ മൂല്യവും ഇന്നെനിക്ക് തിരിച്ചു കിട്ടുമ്പോഴുള്ള പണത്തിൻ്റെ മൂല്യവും തുല്യമല്ല. ആണോ? എത്രയാണ് ആ പണത്തിൻ്റെ മൂല്യത്തിൽ വന്ന വ്യത്യാസം? ആ പണമൂല്യ വ്യത്യാസത്തെയാണ് ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. അതെന്താണ്? ഞാൻ അന്ന് 1 ലക്ഷം കൊടുത്തപ്പോൾ എനിക്ക് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ സ്വർണ്ണം മാത്രം എടുക്കാം. അന്ന് എനിക്ക് 1 ലക്ഷത്തിന് കിട്ടിയിരുന്ന സ്വർണ്ണം 1 ലക്ഷം കൊണ്ട് കിട്ടുമോ? ഇല്ലല്ലോ. അന്ന് ഞാൻ 1 ലക്ഷം കൊണ്ട് എനിക്ക് കിട്ടുന്ന സ്വർണം ഇന്ന് 1 ലക്ഷം കൊണ്ട് അയാൾക്ക് തിരിച്ചു തരുമ്പോൾ ആ 1 ലക്ഷം കൊണ്ട് കിട്ടണമെന്നില്ല. അതായത് 2 സമയത്ത് ഉണ്ടാകുന്ന പണത്തിൻ്റെ മൂല്യത്തിലുണ്ടാകുന്ന വ്യത്യാസത്തെയാണെന്ന് പറയുക ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത്. ദ ടൈം വാല്യൂ ഓഫ് മണി ഇറ്റ് മീൻസ് എസ്റ്റിമേറ്റ് ദ വാല്യൂ ഓഫ് എ പെർട്ടിക്കുലർ എമൗണ്ട് അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഐദർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അല്ലേ? പണത്തിൻ്റെ മൂല്യം ടൈം വാല്യൂ ഓഫ് മണി എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് പെർട്ടിക്കുലർ എമൗണ്ട്. ഒരു പ്രത്യേക പണത്തിൻ്റെ വാല്യൂ കണക്കാക്കുക സെർട്ടൻ പോയിന്റ് ഓഫ് ടൈം, ഒരു പ്രത്യേക സമയത്ത്, ഐദർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. അല്ലേ? പണത്തിൻ്റെ വാല്യൂ പ്രത്യേക സമയത്ത് കണക്കാക്കുന്നതിനെ പറയുന്ന പേരാണെന്ത്? ടൈം വാല്യൂ ഓഫ് മണി. അല്ലേ? ഇപ്പം നമ്മളെ കയ്യിൽ 10,000 ഉണ്ടെങ്കിൽ ആ 10,000 എന്ത് വാല്യൂ ഉണ്ട്? അതാണ് ടൈം വാല്യൂ ഓഫ് മണി. അപ്പോൾ ഞാൻ അന്ന് 1 ലക്ഷം രൂപ കൊടുത്തു, ഇന്ന് എനിക്ക് 1 ലക്ഷം രൂപ തിരിച്ചു കിട്ടി. അന്ന് ഞാൻ കൊടുക്കുമ്പോൾ അതിൻ്റെ മൂല്യം എത്ര, ഇപ്പം കിട്ടുമ്പോൾ എത്ര മൂല്യമുണ്ട്, അതാണ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് എ എമൗണ്ട്, എസ്റ്റിമേറ്റിംഗ് ദ വാല്യൂ ഓഫ് എ മണി അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം ഐദർ പ്രസൻറ്റ് ഓർ ഫ്യൂച്ചർ. ഇപ്പോഴോ ഭാവിയിലോ ഒരു പണത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നതിന് പറയുന്ന പേരാണ് ടൈം വാല്യൂ ഓഫ് മണി. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടൈം വാല്യൂ ഓഫ് മണിയുടെ പ്രാധാന്യം, ഒന്ന്, പ്രിഫറൻസ് ദ പ്രസൻറ്റ് കൺസെപ്ഷൻ. നമ്മളിപ്പോൾ കൺസ്യൂം ചെയ്യണോ എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. അല്ലേ? ഇപ്പം നമ്മൾ പണത്തിൻ്റെ മൂല്യം ഇപ്പോഴാണോ വാങ്ങേണ്ടത് ഭാവിയിലാണോ വാങ്ങേണ്ടത് തീരുമാനിക്കാൻ സഹായിക്കുന്നു. അല്ലേ? ഇപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം ഉണ്ടെങ്കിൽ ആ 1 ലക്ഷത്തിന് ഇപ്പോഴത്തെ സ്വർണം കിട്ടും. ഇപ്പോൾ നമുക്കൊരു സ്വർണ്ണത്തിൻ്റെ വാല്യൂ കൂടുതലാണ്, മൂല്യം കൂടുതലാണെങ്കിൽ ഇപ്പോൾ സ്വർണ്ണം വാങ്ങണോ ഭാവിയിൽ വാങ്ങണോ? അപ്പോൾ നമ്മൾ പ്രിഫർ ദ കൺസെപ്ഷൻസ്, പ്രസൻറ്റ് കൺസെപ്ഷൻ പ്രിഫർ ചെയ്യാൻ സഹായിക്കുന്നു. റിസ്ക് മനസ്സിലാക്കാൻ സഹായിക്കും, ടു അണ്ടർസ്റ്റാൻഡ് ദ റിസ്ക്. അല്ലേ? റിസ്ക് എലമെൻറ്റ്സ് ഓഫ് ദ ഫ്യൂച്ചർ, അതുകൊണ്ടാവുന്ന എലമെൻറ്റ്സ് എന്തൊക്കെയാണ്, റിസ്ക് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കാൻ തീരുമാനിക്കുന്നു. നിക്ഷേപ പദ്ധതികളെക്കുറിച്ച് തീരുമാനിക്കാൻ, അതായത് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനും സഹായിക്കുന്നു. കണ്ടോ? ഇപ്പോൾ എൻ്റെ കയ്യിൽ 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ 10 ലക്ഷം രൂപയുടെ മണി വാല്യൂ ഞാനിപ്പോൾ കണക്കാക്കിയാൽ, ഇപ്പോൾ വാല്യൂ വളരെ കുറവാണെങ്കിൽ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ എവിടെയും ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കില്ല. ക്ലിയർ? ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് മൂല്യം വേണം, എങ്കിലേ കുറച്ച് അതിൻ്റെ വാല്യൂ കിട്ടുള്ളൂ. അല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കൺസെപ്ഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നു, എൻ്റെ റിസ്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്നു, എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. അടുത്ത കൺസെപ്റ്റ് ഡിസ്കൗണ്ടിങ് എന്നാണ്. എന്താണ് ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കാം. കഴിഞ്ഞ വർഷത്തിൽ ജൂലൈ മാസത്തിൽ ഞാനൊരാൾക്ക്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തിന് എടുക്കാം. കഴിഞ്ഞ മാസം ഞാനൊരാൾക്ക് 1 ലക്ഷം രൂപ കൊടുത്തു. ജനുവരിയിൽ ഞാനൊരാൾക്ക് 1 ലക്ഷം കൊടുത്തു. എനിക്കയാൾ മാർച്ച് 1-ാം തീയതിയാണ് തിരിച്ചു തന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് അതിൻ്റെ വാല്യൂം ഇന്നതിൻ്റെ വാല്യൂം വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസത്തെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അന്ന് ഞാൻ കൊടുത്തപ്പോൾ 1 ലക്ഷത്തിന് എന്തായിരുന്നു വാല്യൂ, മാർച്ച് എനിക്ക് 1 ലക്ഷം തിരിച്ചു കിട്ടുമ്പോൾ എന്താണോ വാല്യൂ, അതാണല്ലോ മണി വാല്യൂ. ഈ വാല്യൂ തമ്മിലുള്ള വ്യത്യാസത്തെയാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഡിസ്കൗണ്ടിങ് ഇറ്റ് മീൻസ് ദ ഡിഫറൻസസ് ഇൻ ദ വാല്യൂ ഓഫ് ക്യാഷ് റിസീവ്ഡ് അറ്റ് ദ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം. ഉണ്ടോ? ഒരു വ്യത്യസ്ത സമയത്ത് സ്വീകരിക്കുന്ന പണത്തിൻ്റെ വ്യത്യാസത്തെയാണ് എന്ത് പറയുക?
ഡിസ്കൗണ്ട്. ഏത് ഡിസ്കൗണ്ടിങ്? ഇറ്റ് മീൻസ് ദർ ആർ ഡിഫറൻസ് ഇൻ ദ വാല്യൂ ഓഫ് ക്യാഷ് റിസീവ്ഡ് അറ്റ് ദ ഡിഫറെൻറ്റ് പോയിന്റ് ഓഫ് ടൈം അല്ലേ. ഇപ്പം ഞാൻ അന്ന് കൊടുത്തപ്പോൾ ഈ പണത്തിന് ഞാൻ കഴിഞ്ഞ മാസം ജനുവരി 1-ാം തീയതി കൊടുത്തപ്പോൾ എൻ്റെ വാല്യൂ എത്രയായിരുന്നു, മാർച്ചിൽ 1-ാം തീയതി എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ വാല്യൂ എത്രയാണ്, ഇവ തമ്മിൽ വ്യത്യാസമാണ് ഡിസ്കൗണ്ടിങ് അല്ലേ. നോക്കെ അല്ലെങ്കിൽ വേറെ രീതി പറയാം, ഡിസ്കൗണ്ടിങ് ഇസ് എ മെത്തേഡ് ടു എസ്റ്റിമേറ്റ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് എമൗണ്ട് ടു ബി റിസീവ്ഡ് ഓൺ ദ ഫ്യൂച്ചർ ഡേറ്റ് അല്ലേ. അതായത് ഫ്യൂച്ചറിൽ കിട്ടുന്ന പണവും പ്രസൻറ്റ് വാല്യൂ കിട്ടുന്ന പണവും തമ്മിലുള്ള വാല്യൂ വ്യത്യാസത്തെയാണെന്ന് പറയുക ഡിസ്കൗണ്ടിങ്. ഇൻട്രസ്റ്റ് റേറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡിസ്കൗണ്ട് ഇൻ ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ഇസ് കാൾഡ് ഡിസ്കൗണ്ട് റേറ്റ്. കണ്ടോ, പലിശ നിരക്ക് കൊടുക്കണം, പലിശ കൊടുക്കുകയാണെങ്കിൽ അതിന് ഡിസ്കൗണ്ടിങ് എന്ന് പറയും. നമ്മൾ പലിശ തെറ്റൊക്കെ തന്നെയാണ്, എങ്ങനെ സമൂഹത്തിൽ തെറ്റാണ് പലിശ എങ്കിൽ നമ്മളിവിടെ എക്കണോമിക് വ്യൂവിൽ പറയുമ്പോൾ പലിശ തെറ്റല്ല എന്നുള്ള രീതിയിലാണ്, അനിവാര്യ ഘടകമാണ് പലിശ എന്നാണ്. അപ്പോൾ അങ്ങനെ ഇത് ഡിസ്കൗണ്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, പലിശ കൊടുക്കണം അല്ലേ. ഞാനിപ്പോൾ കഴിഞ്ഞ ജനുവരി 1-ാം തീയതി എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ മേടിച്ചു, അയാൾ മാർച്ച് 1-ാം തീയതി തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം ജനുവരി കൊടുത്ത വാല്യൂ ഇപ്പോഴുള്ള വാല്യൂ തമ്മിൽ വ്യത്യാസമാണ്. അപ്പോൾ ആ വ്യത്യാസം മാനേജ് ചെയ്യണമെങ്കിൽ ഡിസ്കൗണ്ട് റേറ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നാണ് പറയുന്നത്. ഇതിനെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയും. ഇനി നമ്മൾ ഡിസ്കൗണ്ട് റേറ്റ് കാണണമെങ്കിൽ എന്ത് വേണം, ഞാൻ കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഞാൻ അയാൾക്ക് കൊടുക്കുമ്പോഴുള്ള പണത്തിൻ്റെ മൂല്യം കാണണം, എനിക്ക് അപ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂ കാണണം, എനിക്ക് ഇതിൽ പലിശ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ജനുവരിയിൽ തിരിച്ചു കിട്ടുമ്പോഴുള്ള മാർച്ചിൽ തിരിച്ചു കിട്ടുമ്പോഴുള്ള ഫ്യൂച്ചർ വാല്യൂ കാണണം അല്ലേ. ഞാൻ എന്തൊക്കെ കാണണം, ഞാൻ ജനുവരിയിൽ അയാൾക്ക് കൊടുക്കുമ്പോൾ ജനുവരി സമയത്ത് വാല്യൂ കണക്കാക്കാണ്, ജനുവരിയിൽ കൊടുക്കുമ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂ എത്രയെന്ന് കാണണം, എങ്കിലേ പലിശ പറയാൻ പറ്റുള്ളൂ അല്ലേ. എനിക്ക് 1 ലക്ഷം പോരാ, 1,05,000 തരണം, അല്ലെങ്കിൽ 1,10,000 തരണം എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം, അപ്പോഴുള്ള പ്രസൻറ്റ് വാല്യൂ കാണണം, ഫ്യൂച്ചർ വാല്യൂ കാണണം അല്ലേ. ഇപ്പം ഞാൻ എന്നോട് ഒരാൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു 1 ലക്ഷം രൂപ കടം തരുമോ, ഞാൻ അടുത്ത വർഷം തരാം. ഞാനൊരു 1 ലക്ഷം കൊടുക്കണമെങ്കിൽ എനിക്ക് അതിൻ്റെ ഈക്വൽ ആവണ്ടേ, മണി വാല്യൂ ഈക്വൽ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, പലിശ തരണം. അത് ഡിസൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇപ്പോഴുള്ള വാല്യൂ കാണണം, ഭാവിയിലെ വാല്യൂ കാണണം. ഭാവിയിലുള്ള വാല്യൂവിനെ ഫ്യൂച്ചർ വാല്യൂ എന്ന് പറയുക, ഇപ്പോഴുള്ള വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയും. ഫ്യൂച്ചർ വാല്യൂ കാണാനല്ലോ ഇക്വേഷൻ നോക്ക്, പ്രസൻറ്റ് വാല്യൂ പ്ലസ് 1+r⁴n ആണ്. അതാണ് ഫ്യൂച്ചർ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഇൻറ്റു 1+r⁴n. FV നമ്മൾ കണ്ടു, ഫ്യൂച്ചർ വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ, R ആനുവൽ ഇൻട്രസ്റ്റ് റേറ്റ്, PV പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ്, N നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ഫ്യൂച്ചർ വാല്യൂ ആണല്ലോ ഇക്വേഷന് PV + 1+r⁴n. ഓക്കെ, അത് ചെയ്യുന്ന ഇക്വേഷൻസൊക്കെ ഉണ്ട് ഇവിടെ, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ടെക്സ്റ്റ് ബുക്ക് നോക്കുക കേട്ടോ, വീഡിയോയുടെ ലെങ്തി ആവും, അതുകൊണ്ടാണ് അതിലേക്ക് പോവാത്തത്. ഇനി പ്രസൻറ്റ് വാല്യൂ ആണല്ലോ ഇക്വേഷൻ എന്താ, ദെൻ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1+r⁴n. അതായത് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്, നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെയാണ്, ആ ഇക്വേഷനിൽ മാറ്റം വരുത്തിയിട്ടാണ്. പ്രസൻറ്റ് വാല്യൂ എങ്ങനെയാണ്, പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ nth വർഷത്തെ ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1+r⁴n. അതായത് കണ്ടോ, ഫ്യൂച്ചർ വാല്യൂ ആണല്ലോ ഇക്വേഷൻ എന്താ, PV + 1+r⁴n. ഇനി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നിൽക്കുകയാണ്, അത്രേ ഉള്ളൂ. അതായത് PVനെ മാത്രം എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി, PV സമമായില്ലേ. അപ്പോൾ PV = ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1+r⁴n. ക്ലിയർ. അപ്പോൾ നോക്ക്, പ്രസൻറ്റ് വാല്യൂ ആണല്ലോ ഇക്വേഷന് PV ഫ്യൂച്ചർ വാല്യൂ ഡിവൈഡ് ബൈ 1+r⁴n. അല്ലെങ്കിൽ ഇതിന് ഫ്യൂച്ചർ വാല്യൂനെ പുറത്ത് കിട്ടാൻ എന്താവും, ഫ്യൂച്ചർ വാല്യൂ ഇൻറ്റു 1/1+r⁴n. അടുത്ത ആനുറ്റീസ്. ആനുറ്റീസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു പീരിയോഡിക്കായിട്ട് കാശ് കൊടുക്കുക, അതിനാണ് ആനുറ്റി മീൻസ് ദ പീരിയോഡിക് ക്യാഷ് ഫ്ലോ ഓഫ് ഈക്വൽ എമൗണ്ട് എന്നാണ്. എന്താണ് ആനുറ്റി മീൻസ്, ദ പീരിയോഡിക് ക്യാഷ് ഫ്ലോ ഓഫ് ഈക്വൽ എമൗണ്ട്സ്. ഓക്കെ, സീരീസ് ഓഫ് എമൗണ്ട് പേയ്മെൻറ്റ്സ് റെസിപ്റ്റ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് പീരീഡായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്ന പേയ്മെൻറ്റുകളെയാണ് ആനുറ്റീസ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ഒരാൾ എന്നോട് 1 ലക്ഷം രൂപ കടം വാങ്ങിച്ചു, അയാൾ പറയണം ഓരോ മാസവും ഞങ്ങൾക്ക് 10,000 ഇപ്പോൾ 1 ലക്ഷം രൂപ അല്ലേ, അപ്പോൾ 10,000 രൂപ പലിശയുണ്ട്, 10% പലിശയുണ്ട് ഒരു വർഷം 10 മാസം. അപ്പോൾ അയാൾ പറയണം ഓരോ മാസം നോക്കിയാണ് 10,000 1000 പലിശയും 11,000 തരാം. ദാറ്റ് ഈസ് ദ ആനുറ്റീസ്. കണ്ടോ, നമ്മൾ EMI ഒക്കെ ഉണ്ടാവില്ലേ, ഈക്വൽ മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് പോലെ, അതാണ് ആനുറ്റീസ് എന്ന് പറയുന്നത്. ഒരു പീരിയോഡിക് ടൈമിൽ ഇങ്ങനെ ക്യാഷ് കൊടുത്ത് വീട്ടുക. എന്താണ് ആനുറ്റി മീൻസ്, ദ പീരിയോഡിക് ക്യാഷ് ഫ്ലോ ഓഫ് ഈക്വൽ എമൗണ്ട്, തുല്യമായിട്ടുള്ള എമൗണ്ട് ആക്കിയിട്ട് പീരിയോഡിക്കായിട്ട് ക്യാഷ് കൊടുക്കുക. ആനുറ്റി ഇൻഡിക്കേറ്റ്സ് എ സീരീസ് ഓഫ് എമൗണ്ട്, ഒരു പേയ്മെൻറ്റ്സ് റെസിപ്റ്റ്സ് ഓവർ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക കാലഘട്ടത്തിലേക്ക് പീരീഡിലായിട്ട് ഇങ്ങനെ ടൈം ബൗണ്ട് ആയിട്ട് എന്ത് ചെയ്യുക, പണം കൊടുത്തു തീർക്കുന്നതിനെയാണ് ആനുറ്റീസ് എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക, ഫ്യൂച്ചർ ഓഫ് വാല്യൂ ഓഫ് ആനുറ്റി കാണാനുള്ള ഇക്വേഷന് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി സമം
ആനുറ്റി പ്ലസ്, അതായത് എത്രയാണോ എമൗണ്ട് അടക്കേണ്ട ആ എമൗണ്ട് ഇവിടെ പ്ലസ് ആണ് കേട്ടോ. പ്ലസ് 1 + r⁻n - 1 / r. എന്താണ് a + 1 + r⁻n - 1 / r അല്ലേ. എ എന്ന് വെച്ചാൽ ആനുറ്റി, ആർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ അതുപോലെ തന്നെ ദി എബോവ് ഇക്വേഷൻസ് ആർ റീറൈറ്റിംഗ് ആസ് വി ക്യാൻ അപ്ലൈ എബോവ് ദ പ്രോബ്ലം ഓഫ് ഇക്വേഷൻസ്. നമ്മൾ ഇക്വേഷൻസ് എന്ത് ചെയ്യണം, റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് കിട്ടുക എന്നുള്ള. പിന്നെ ഉദാഹരണം പറയുകയാണ്, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി, എന്താണ് ആനുറ്റി പ്ലസ് 1 + r⁻n - 1 / r. ഇനി നമ്മൾ 2-3 കൺസെപ്റ്റുകളാണ്. ആനുറ്റി സെർട്ടൻ. ആനുറ്റി സെർട്ടൻ എന്ന് വെച്ചാൽ ലൈഫ് ആനുറ്റി എന്ന് വിളിക്കാറുണ്ട്. എന്താ ആനുറ്റി സെർട്ടൻ ഈസ് നോൺ ആസ് ദ ലൈഫ് ആനുറ്റി. അതിനെന്ത് വിളിക്കാറുണ്ട്, ലൈഫ് ആനുറ്റി എന്നും വിളിക്കാറുണ്ട്. അതായത് കൃത്യമായ എമൗണ്ട് നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, കൊടുക്കുക. അതായത് ലൈഫ് ആനുറ്റി എന്ന് വെച്ചാൽ വെൻ ആനുറ്റി പേയ്മെൻറ്റ് ഇസ് മെയ്ഡ് ഓവർ എ ലോങ് സ്ട്രെച്ച് ഓഫ് എ ടൈം ഇറ്റ് ഈസ് കാൾഡ് ലൈഫ് ഓഫ് സെർട്ടൻ ഓർ ലൈഫ് ആനുറ്റി. എത്ര വർഷത്തേക്കാണ് ഇത് കൊടുക്കേണ്ടത്, എത്ര കാലത്തേക്കാണ് ഇത് കൊടുക്കേണ്ടത് എന്നുള്ളതിനെയാണ് ലൈഫ് ആനുറ്റി അല്ലെങ്കിൽ ആനുറ്റി സെർട്ടൻ. 10 മാസമാണെങ്കിൽ 10 മാസം, 1 കൊല്ലമാണെങ്കിൽ 1 കൊല്ലം, എത്ര സമയത്തേക്ക് ഇത് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനെയാണ് ഇത് പറയുന്നത് ലൈഫ് ആനുറ്റി എന്ന് പറയുന്നത്. ഇനി അതുപോലെ ഇമീഡിയറ്റ് ആനുറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ആ കാലാവധി കഴിയുമ്പോൾ ഈച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരീഡ് ഈച്ച് പീരീഡ് ഇറ്റ് ഈസ് നോൺ ആസ് ഇമീഡിയറ്റ് ആനുറ്റി. കണ്ടോ, ഓരോന്നിൻ്റെയും പീരീഡിൻ്റെ അവസാനമാണ് കൊടുക്കേണ്ടതെങ്കിൽ അതിനെ പറഞ്ഞവരാണ് ഇമീഡിയറ്റ് ആനുറ്റി. വെൻ എപ്പോഴാണ് കൊടുക്കേണ്ടത്, ഈച്ച് പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഈച്ച് പീരീഡ് അല്ലേ. ഓരോന്നും നമുക്കറിയാം ഓരോ മാസത്തിൻ്റെ അവസാനക്കാരം അല്ലേ, മാസം കഴിയുമ്പോഴേക്കാരം കൊടുക്കേണ്ടി വരിക. അതാണ് അതിനെ പറഞ്ഞവരാണ് ഇമീഡിയറ്റ് ആനുറ്റി എന്ന്. അതായത് നമ്മൾ എപ്പോഴാണോ കൊടുക്കേണ്ടത്, ആദ്യം പറഞ്ഞെന്താ ആനുറ്റി സെർട്ടൻ എന്ന് പറഞ്ഞാൽ എത്ര കാലഘട്ടത്തേക്ക് കൊടുക്കണം. ഇമീഡിയറ്റ് ആനുറ്റി എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ഓരോന്നിൻ്റെ അവസാനമാണ് കൊടുക്കേണ്ടത്, പീരീഡിൻ്റെ അവസാനമാണ് കൊടുക്കേണ്ടതെങ്കിൽ അതാണ് ഇമീഡിയറ്റ് ആനുറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം പല EMI അടവുകളും ഇങ്ങനെ കാരണം 10-ാം തീയതി മുതൽ 20-ാം തീയതിക്കുള്ളിൽ. അപ്പോൾ ആ 20-ാം തീയതിയാണ് അവസാനം, അതാണ് ഇമീഡിയറ്റ് ആനുറ്റി എന്ന് പറയുന്നത്. ഇനി ആനുറ്റി ഡ്യൂ, അതായത് ആ ഒരു തുടക്കത്തിൽ തന്നെ ആനുറ്റി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഡ്യൂ വരികയാണെങ്കിൽ, ഇടപാട് പൂർത്തീകരിക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ അതിനാണ് ആനുറ്റി ഡ്യൂസ് എന്ന് പറയുന്നത്. വെൻ ആനുറ്റി പേയ്മെൻറ്റ് ഫാൾസ് ഡ്യൂ ടു എ ബിഗിനിങ് ഓഫ് ഇസ് കാൾഡ് ആനുറ്റി ഡ്യൂ അല്ലേ. തുടക്കത്തിൽ തന്നെ ആനുറ്റി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ഷോർട്ട് പീരീഡ് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ അതാണ് എന്ത് ആനുറ്റി ഡ്യൂ എന്ന് പറയുന്നത്. ഡെഫേർഡ് ആനുറ്റി എന്നാൽ കുറേ കാലം ലോങ് പീരീഡിൽ കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ അതിനെ പറഞ്ഞവരാണ് ഡെഫേർഡ് ആനുറ്റി. 1, 2, 3, 4 മാസത്തിലെ കുറേ മാസങ്ങളോടെ ലോൺ അടക്കാൻ പറ്റാതിരിക്കുകയാണെങ്കിൽ അതിനാണ് ഡെഫേർഡ് ആനുറ്റി എന്ന് പറയാം. ഓക്കെ, എന്താണ് ഇൻ ദിസ് കേസ് ആനുറ്റി പേയ്മെൻറ്റ് ഈസ് ഫാൾസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം മോർ ദാൻ എന്താണ് ഇൻ്റർവെല്ലൊന്നും ഇല്ലാതെ കുറേ കാലം കൊടുക്കാൻ പറ്റാതെ പോവുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക ഡെഫേർഡ് ആനുറ്റി എന്ന് പറയാം. അടുത്തത് പ്രസൻറ്റ് റേറ്റ് ഓഫ് പെർപ്പിച്വിറ്റി. നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്ന എമൗണ്ടിൻ്റെ പ്രസൻറ്റ് റേറ്റ്. പെർപ്പിച്വിറ്റി ഈസ് എ ടൈം പീരിയഡ്സ് മേ ബി ലാർജ്. കുറേ കാലത്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ സർക്കാരൊക്കെ പലിശ കൊടുക്കുന്നവരെ, സർക്കാർ ലോൺ എടുക്കുമ്പോൾ ലോൺ കിട്ടണമെന്നില്ല, പലിശ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അതിന് പ്രസൻറ്റ് റേറ്റ് ഓഫ് പെർപ്പിച്വിറ്റി എന്ന് പറയും. പെർപ്പിച്വിറ്റി പറഞ്ഞാൽ പെർപ്പിച്വിറ്റി നിരന്തരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഇൻ ദ സെർട്ടൻ ടൈപ്പ് ഓഫ് പ്രിഫറൻസ് ഷെയർ ദ കമ്പനീസ് ടു പേ ഡിവിഡൻഡ് ടു ഷെയർ ഹോൾഡേഴ്സ് പെർപ്പിച്വിറ്റി. അതായത് ചില കമ്പനികളൊക്കെ ചില ഷെയറുകൾക്കൊക്കെ, ചില ഇക്വിറ്റി ഷെയറുകളൊക്കെയാണ് സാധാരണ വരുന്നത്. എന്താണ് അതിൽ പ്രിഫറൻസ് ഷെയറുകൾക്കൊക്കെയാണ് എന്തുണ്ടെന്നറിയോ, അതായത് അതിൻ്റെ ഡിവിഡൻഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഷെയർ വിരിച്ചു കൊടുക്കില്ല, ഷെയറിൻ്റെ എമൗണ്ട് കൊടുക്കില്ല, ഷെയർ അവിടെ ഉണ്ടാവും, ലാഭവിധം അങ്ങനെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കും. അതിനെയാണ് പറയുക പ്രസൻറ്റ് റേറ്റ് ഓഫ് പെർപ്പിച്വിറ്റി എന്ന് പറയുക. അത് കാണാനുള്ള ഇക്വേഷൻ എന്താണ് P/R ആണ്. എന്താണ് P/R ആണ് പ്രസൻറ്റ് റേറ്റ് ഓഫ് പെർപ്പിച്വിറ്റി. ക്ലിയർ ആയല്ലോ, P/R. P എന്ന് വെച്ചാൽ പീരിയോഡിക് പേയ്മെൻറ്റ്, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്നാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം അല്ലേ. നമ്മൾ സാധാരണയായിട്ട് നമ്മളെ കയ്യിലുള്ള ഒരു 10 ലക്ഷം രൂപ ഉണ്ട് വിചാരിച്ചു, വേണ്ട 20 ലക്ഷം രൂപ ഉണ്ട്. ഈ 20 ലക്ഷം രൂപ കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം. എനിക്ക് ലാഭത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം, ഷെയറുകൾ കൂടണം, ഡിബെഞ്ചറുകൾ കൂടണം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഭൂമി മേടിക്കണം, അല്ലെങ്കിൽ സ്വർണം വാങ്ങിയിടണം, അങ്ങനെ എന്തെങ്കിലും ലാഭോച്ചത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കുക. അതാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഞാൻ എന്ത് ചെയ്യും, ഞാൻ എങ്ങനെ ചെയ്യുക, ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചിട്ടല്ലേ ചെയ്യുക അല്ലേ. ഞാൻ വെറുതെ 20 ലക്ഷം കൊണ്ടേ കൊടുക്കുമല്ല, ഞാൻ 20 ലക്ഷം മുടക്കുന്ന മേഖല ഏതാണ്, അതിൽ എനിക്ക് കിട്ടുന്ന റിട്ടേൺ എന്താണ്, അതല്ല ഞാനിത് ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ എനിക്ക് ഓരോ മേഖലയും ഞാൻ പഠന വിധേയമാക്കിയിട്ടാണ് അതിന് ഇവാലുവേറ്റ് ചെയ്യും അല്ലേ. ഞാൻ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇൻവെസ്റ്റ് ചെയ്യുക അല്ലേ. അത് ക്യാഷ് കൊണ്ടുപോയിട്ടാൽ എങ്ങനെയായിരിക്കും, എത്രയാണ് ബാങ്കിലിട്ടാൽ കിട്ടുക, അതുപോലെ തന്നെ എനിക്ക് കൊടുക്കുന്നതിൽ നിന്ന് ഞാൻ ഇപ്പോൾ ഒരു റബ്ബർ തോട്ടം മേടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞാനൊരു വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്ത് ലാഭം കിട്ടും, എത്ര എൻ്റെ 20 ലക്ഷം രൂപ എത്ര വർഷം കൊണ്ട് കിട്ടും, ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ്
നടത്തുക അല്ലേ. അപ്പോൾ അതിന് പ്രധാനമായിട്ടും 3 ക്രൈറ്റീരിയ ഉള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണ്ടേ. ഞാനതിൽ വിട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് കിട്ടുക. അതിന് ദർ ആർ 3 ക്രൈറ്റീരിയ ഫോർ ദി ഇൻവെസ്റ്റ്മെൻറ്റ്സ് കേട്ടോ. അതാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്ക്. ദ മേജർ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഫോർ ദ പ്രൊജക്റ്റ് അപ്രൈസൽ. നമ്മൾ പ്രൊജക്റ്റ് എടുത്താൽ ആ പ്രൊജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പ്രധാനമായിട്ടും 3 ക്രൈറ്റീരിയകളാണുള്ളത്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ പറയുന്ന ഭാഗങ്ങളൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ. ക്യാഷ് ഫ്ലോ ശ്രദ്ധിക്കണം, എത്ര ക്യാഷ് കൊടുക്കാൻ ശ്രദ്ധിക്കണം, എത്ര പലിശ നാട്ടണമെന്ന് ശ്രദ്ധിക്കണം, എത്ര തനിക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് കിട്ടുമെന്നും ഞാൻ ശ്രദ്ധിക്കണം അല്ലേ. അങ്ങനെയല്ലേ. ഇപ്പം ഞാനൊരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ആ ഇൻവെസ്റ്റ്മെൻറ്റ് 3 കാര്യം, ഞാൻ എത്ര കൊടുക്കണം, ആ പൈസ ഞാൻ ബാങ്കിൽ ഇട്ടാൽ എനിക്ക് എന്ത് കിട്ടും, റിസ്ക് ഇല്ലാതെ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് കിട്ടും. അങ്ങനെ 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. എന്താണ്, എത്ര എമൗണ്ട് കൂടെ സ്പെൻഡ് ചെയ്യണം, എന്ത് റിട്ടേൺ കിട്ടും, അത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്താൽ ബാങ്കിൽ ഇട്ടാൽ എന്ത് ഡിസ്കൗണ്ട് കിട്ടും, ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് ക്രൈറ്റീരിയ 3 ക്രൈറ്റീരിയ ആണ് കേട്ടോ. അതായത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന 3 ക്രൈറ്റീരിയ. ഒന്നാമത്തത് NPV എന്ന് പറയും, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അടുത്ത് BCR എന്ന് പറയും, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. മൂന്നാമത്തെ IRR എന്ന് പറയും, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതൊക്കെ 3 നെറ്റ് പ്രസൻറ്റ് വാല്യൂ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺസ്. നോക്കാം, ഓരോന്നോരോന്ന് നമുക്ക് നോക്കാം കേട്ടോ. ആദ്യത്തത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയും. ഏതാണ് ഫസ്റ്റത്തെ, എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ഗ്രോസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് എസ്റ്റിമേറ്റഡ് ആനുവൽ ക്യാഷ് ഫ്ലോ ഓവർ എ ലൈഫ് ടൈം ഓഫ് ദി പ്രൊജക്റ്റ് ആൻഡ് ദി ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒറ്റയടിക്കല്ലല്ലോ കിട്ടുന്ന ക്യാഷ്, പലപ്പോഴായിട്ട് കിട്ടുമല്ലേ. ആ കിട്ടുന്ന ക്യാഷിൻ്റെ പ്രസൻറ്റ് വാല്യൂ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ പ്രസൻറ്റ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്ന പേരാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. എന്താണ്, ഞാനിപ്പോൾ ഒരു ബിസിനസ്സിൽ കൊടുത്തു, അല്ലെങ്കിൽ ഒരാൾക്ക് ക്യാഷ് കൊടുത്തു, അയാൾ പറയുകയാണ് 1 ലക്ഷം കൊടുത്തു, അയാൾ മാസം എനിക്ക് 11,000 രൂപ തരാം, അങ്ങനെ 10 മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞാൽ, ഈ ഓരോ മാസവും 11,000 തരുമ്പോൾ കിട്ടുന്ന വാല്യൂ, അങ്ങനെ ജനുവരിയിൽ 11,000 കിട്ടി, ഫെബ്രുവരി 11,000 കിട്ടി, ഓരോ മാസം 11,000 കിട്ടുമ്പോൾ ഓരോ വാല്യൂ ആണ്. അതിൻ്റെ മൊത്തം പ്രസൻറ്റ് വാല്യൂ, അതുപോലെ തന്നെ പ്ലസ് അതിന് എന്ത് തമ്മിൽ വ്യത്യാസം, ഞാനിപ്പോൾ കൊടുത്ത 1 ലക്ഷത്തിൻ്റെ പ്രസൻറ്റ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസമാണെന്ത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ക്ലിയർ ആയോ. ഞാനിപ്പോൾ എനിക്ക് ഒരാൾ പറയണേ, നിങ്ങൾ 1 ലക്ഷം രൂപ കടം തരൂ, ഞാൻ 10% ഇൻട്രസ്റ്റിൽ 10% ഡിസ്കൗണ്ട് റേറ്റിൽ ഓരോ മാസവും എന്ത് ചെയ്യുക, 10% എന്നുള്ളത് 10,000 ആണല്ലോ. അപ്പം ഞാൻ ഓരോ മാസം 10,001, അത് 11,000 റുപ്യ വീതം തരാം. അങ്ങനെ ആകുമ്പോൾ 10 മാസം കൊണ്ട് എന്താവും, 1,10,000 ആവും. അങ്ങനെ തരുമ്പോൾ ഓരോ മാസം തരുമ്പോൾ അതിൻ്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. ജനുവരിയിൽ കിട്ടിയ 11,000 വാല്യൂ അല്ല ഫെബ്രുവരി കിട്ടിയ 11,000 വാല്യൂ അല്ല മാർച്ച്. ഇങ്ങനെ ഓരോ മാസത്തെയും പ്രസൻറ്റ് വാല്യൂ എത്ര, അങ്ങനെ കിട്ടുമ്പോൾ ഇപ്പോൾ 2025 ജനുവരിയിൽ 11,000 കിട്ടി, അതിൻ്റെ വാല്യൂ കണക്കാക്കുക. ഫെബ്രുവരിയിൽ കിട്ടും, മാർച്ച് കിട്ടും, ഏപ്രിൽ കിട്ടും, മെയ് കിട്ടും, ജൂൺ, ഓരോ മാസത്തെയും 11,000 വാല്യൂ കണക്കാക്കുക. ഇപ്പോൾ കൊടുക്കുന്ന 1 ലക്ഷത്തിൻ്റെ വാല്യൂ കണക്കാക്കിയിട്ടുള്ള വ്യത്യാസമാണ് എന്ത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ, നമുക്ക് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. കണ്ടോ, എന്താണ് നമ്മൾ കൊടുത്ത ഇൻഫ്ലോ എന്താ ഇങ്ങോട്ട് കിട്ടിയത്, ഔട്ട്ഫ്ലോ എന്താ ഇങ്ങോട്ട് കൊടുത്തത് അല്ലേ. ഇങ്ങോട്ട് കിട്ടിയ ക്യാഷിൻ്റെ പ്രസൻറ്റ് വാല്യൂവും കൊടുത്ത ക്യാഷിൻ്റെ പ്രസൻറ്റ് വാല്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. അതായത് എന്താണ്, നമ്മൾ കൊടുത്ത കാശിൻ്റെ വാല്യൂ എത്ര, പലപ്പോഴായിട്ട് കിട്ടിയ ക്യാഷ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ക്യാഷിൻ്റെ വാല്യൂ എത്ര, അതാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. നോക്കുക, അത് കാണാനുള്ള ഇക്വേഷനാണ്. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു, കണ്ടോ, summation of t is equal to 1 to n, summation of t is equal to 1 to n C1 divided by 1 plus r raised to t, എന്താണ്, മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതെന്താണെന്ന് അറിയുമോ, ഇത് പലപ്പോഴായിട്ട് കിട്ടുന്ന എമൗണ്ട് ആണ്. ഈ പലപ്പോഴായിട്ട് കിട്ടുന്ന എമൗണ്ട് കുറക്കണം ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലേ. CT എന്താണ്, ക്യാഷ് ഫ്ലോ അറ്റ് എൻഡ് ഓഫ് ദി ഇയർ T, ഓരോ വർഷത്തിന് അവസാനം കിട്ടുന്ന ക്യാഷ് ഫ്ലോ, R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എന്താണ് ഇക്വേഷൻ കൊടുത്തിരിക്കുക, നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് t is equal to 1 to n C1 divided by 1 plus r raised to t മൈനസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, ഇവിടെ നമ്മൾ ഉദാഹരണമൊക്കെ ചെയ്യുന്ന ടെക്സ്റ്റിൽ നോക്കുക, ഓരോ സമയത്ത് ഇങ്ങനെ കൊടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയില്ലേ, കുറക്കണം നമ്മൾ കൊടുത്ത എന്താണ്
1,00,000 രൂപ. കണ്ടോ, ആദ്യത്തെ കിട്ടിയ 11,000 വാല്യൂ, 11,000 വാല്യൂ, രണ്ടാമത്തെ മാസം കിട്ടിയ 11,000 വാല്യൂ, മൂന്നാമത്തെ മാസം കിട്ടിയ 11,000 വാല്യൂ, അങ്ങനെ ഓരോ മാസം കിട്ടിയ 11,000 വാല്യൂ കുറക്കണം 1,00,000. അതാണല്ലോ. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പം ഞാൻ 1,00,000 കൊടുത്തു, അവിടെ കഴിഞ്ഞ 1,00,000 കൊടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് 1,10,000 കിട്ടിയാൽ അവിടെ 10,000 ലാഭമുണ്ടെന്നാണ് നമ്മൾ മണി വാല്യൂയിൽ പറയുക, അല്ലേ? എത്ര മിച്ചം കിട്ടി, എത്ര ലാഭം കിട്ടി, പക്ഷെ 10,000 ഉണ്ടോ? ഇല്ല. അവിടെ ചിലപ്പോൾ കണക്കാക്കുമ്പോൾ 6,000 7,000 ഉണ്ടാവുള്ളൂ. കാരണം മണി വാല്യൂ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ മണി വാല്യൂ ഇതിൽ കുറക്കണം. ക്ലിയർ ആയാലോ? ചിലപ്പോൾ നഷ്ടമായിരിക്കും. ഇപ്പം ഞാൻ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ഞാനൊരു ഒരാളെ ലോൺ എടുത്തു വിചാരിച്ചോളൂ. ലോൺ എടുത്തിട്ട് ഞാൻ ഒരു 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഒരു 10 വർഷം കൊണ്ട് ഞാനൊരു 15 ലക്ഷം അടച്ചു വിചാരിക്കുക. അപ്പോൾ ശരിക്കും 5 ലക്ഷം അടച്ചിട്ടുണ്ട്. പക്ഷെ മണി വാല്യൂ നോക്കുമ്പോൾ ചിലപ്പോൾ 5 ലക്ഷം ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ, 3 ലക്ഷമൊക്കെ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആയല്ലോ? ഇപ്പോഴത്തെ പണത്തിൻ്റെ മൂല്യവും 5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ആകെ അടക്കുന്ന 15 ലക്ഷത്തിൻ്റെ വാല്യൂ നമ്മൾ കണക്കാക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇപ്പോഴുള്ള 10 ലക്ഷത്തിൻ്റെ വാല്യൂയും 5 വർഷം കൊണ്ട് ഞാൻ അടച്ചു കൊടുക്കുന്ന 15 ലക്ഷത്തിൻ്റെ വാല്യൂ നോക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം ചെറുതായിരിക്കും. അതാണ് നമ്മൾ അത് കാണുന്ന രീതിയാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്ക്. ഒന്നാമത്തെ ടൈം വാല്യൂ ഓഫ് മണിയാണ്. സമയത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇത് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി. മെഷർ ഓഫ് ദി ട്രൂ പ്രോഫിറ്റബിലിറ്റി, യഥാർത്ഥ ലാഭം കണക്കാക്കുന്നുണ്ട്. കണ്ടോ, അതായത് കറക്റ്റായിട്ട് നമ്മൾ ഓരോ മണി വാല്യൂ നോക്കിയിട്ടും കറക്റ്റായിട്ടുള്ള ലാഭം കണക്കാക്കുന്നുണ്ട്. വാല്യൂ അഡിറ്റിവിറ്റി, കണ്ടോ, വാല്യൂ അഡിറ്റീവ്ലി, വാല്യൂ കൂട്ടി പോരുകയാണ്. അല്ല ഒരൊറ്റ വാല്യൂ കണക്കാക്കല്ല, ഓരോ മാസവും കിട്ടിയതിൻ്റെ വാല്യൂ ആണ് ഇവിടെ. കണ്ടോ, വാല്യൂ കണ്ടോ, കൂട്ടി പോരുകയല്ലേ. അപ്പോൾ അതുകൊണ്ട് വാല്യൂ കൂട്ടി പോരുന്നതുകൊണ്ട് അഡിറ്റീവ്. ഡിസഡ്വാൻറ്റേജസ് നോക്കാം. ഡിസഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ദ ക്യാഷ് ഫ്ലോ ആർ സെർട്ടിൻ. കൃത്യമായിട്ട് പണം കിട്ടുകയാണെങ്കിൽ ഇത് യൂസ്ഫുൾ ആവും. ഡിവിഡൻറ്റും ചിലപ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കോണമെന്നില്ല. ഇറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. കണ്ടോ, അതായത് കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം മാസം 11,000 കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ മെത്തേഡ്. ബട്ട് ഇൻ സം കേസസ് ദ റിട്ടേൺ ഈസ് ഇൻ അൺസർട്ടൻ. ദിസ് കേസ് ഇറ്റ് ഈസ് നോട്ട് യൂസ്ഫുൾ. കണ്ടോ, ചില സാഹചര്യങ്ങളിൽ റിട്ടേൺ അൺസർട്ടൺ ആയിരിക്കും. അപ്പോൾ ഇതെന്തല്ല, യൂസ്ഫുൾ അല്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അറൈവ് അറ്റ് ദ ഫീസിബിൾ ഡിസ്കൗണ്ട് റേറ്റ്, അല്ലേ? ഫീസിബിൾ ആയിട്ടുള്ള പലപ്പോഴും മാറ്റത്തിന് വിധേയമാകുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ആണെങ്കിൽ ഇത് ബുദ്ധിമുട്ടായിരിക്കും. മാറുന്ന ഡിസ്കൗണ്ട് റേറ്റ് ഒക്കെ ആണെങ്കിൽ, മാറുന്ന പലിശയൊക്കെ ആണെങ്കിൽ ഇതെന്തല്ല, അനുയോജ്യമല്ല. ക്ലിയർ ആയില്ല? ഇപ്പോൾ നമ്മളോട് പറയുകയാണ് 10% തരാം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേണ്ട ഞാൻ മാർക്കറ്റ് ഉണ്ടാവുന്ന പലിശ നിരക്കനുസരിച്ച് തരാമെന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ വരും. ഇത് 10% ഫിക്സ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതല്ല, എത്രയാണ് മാർക്കറ്റിൽ പലിശയെങ്കിൽ അത് തരാമെന്ന് പറഞ്ഞാലോ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. അപ്പോൾ നമുക്ക് വാല്യുവേഷൻ ഈസ് കോംപ്ലിക്കേറ്റഡ്, അല്ലേ? വാല്യുവേഷന് ബുദ്ധിമുട്ടായിരിക്കും. ദ റാങ്കിങ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ദ ഡിസ്കൗണ്ട് റേറ്റ്. പ്രസൻറ്റ് വാല്യൂ ഡിക്ലൈൻ വെൻ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസസ്. കണ്ടോ, അതായത് നമ്മൾ ഒരു വസ്തുവിൻ്റെ വാല്യൂ നമ്മൾ റാങ്കിങ് കൊടുക്കുന്നത്, പ്രസൻറ്റ് വാല്യൂ കൊടുക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റിന് അനുസരിച്ചിട്ടാണ്. പക്ഷേ ഡിസ്കൗണ്ട് റേറ്റ് കൂടുമ്പോൾ പ്രസൻറ്റ് വാല്യൂ കുറയുമ്പോൾ ഡിസ്കൗണ്ട് റേറ്റ് കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആ റാങ്കിങ് ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മളെ കയ്യിലുള്ള ഓരോന്നിൻ്റെയും റാങ്കിങ് നമ്മൾ കണക്കാക്കുന്നത്, ഇതിൽ കിട്ടുന്ന വരുമാനം കണക്കാക്കുന്നത് ഡിസ്കൗണ്ട് റേറ്റിനനുസരിച്ചിട്ടാണ് റാങ്കിങ് എന്നാണ്. പക്ഷേ ഡിസ്കൗണ്ട് റേറ്റ് കൂട്ടണമെങ്കിൽ എന്ത് വേണം, പ്രസൻറ്റ് വാല്യൂ കുറയേണ്ടി വരും. അപ്പോൾ നമുക്ക് വാല്യൂ കുറഞ്ഞതിനാണ് വാല്യൂ കുറയുമ്പോഴാണ് വാല്യൂ കുറയുമ്പോഴാണ് ഡിസ്കൗണ്ട് റേറ്റ് കൂടുക. അപ്പോൾ അതുകൊണ്ട് റാങ്കിങ്ങും ബുദ്ധിമുട്ടായിരിക്കും. ഓരോന്ന് കൊടുക്കുന്ന റാങ്കിങ് ബുദ്ധിമുട്ടായിരിക്കും. റാങ്കിങ് കേട്ടോ, റാങ്കിങ് അല്ല റാങ്കിങ്. ഓരോന്ന് കൊടുക്കുന്ന റാങ്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത്തെ മെത്തേഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അപ്രൈസ് ചെയ്യാനുള്ള ക്രൈറ്റീരിയയിൽ, അത് വിലയിരുത്താനുള്ള ക്രൈറ്റീരിയ രണ്ടാമത്തെ മെത്തേഡ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. കേട്ടോ, നമ്മൾ കിട്ടുന്ന ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അത് മറ്റൊരു രീതിയിൽ നിന്നുള്ളൂ. പ്രസൻറ്റ് വാല്യൂ കിട്ടുന്ന ബെനിഫിറ്റ് എത്ര ബെനിഫിറ്റ് കിട്ടി, എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. നേരത്തെ നമ്മൾ മൊത്തം എമൗണ്ടിൻ്റെ വാല്യൂ കണക്കാക്കുകയാണെങ്കിൽ ഇതങ്ങനെയല്ല. എത്ര നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, എത്ര ബെനിഫിറ്റ് കിട്ടി. ഞാൻ എത്ര 1 ലക്ഷം കൊടുത്തു, എനിക്കെന്ത് ലാഭം കിട്ടി. നേരത്തെ അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും വാല്യൂ കാണുമായിരുന്നു. അങ്ങനെയല്ല, എത്ര നമുക്ക് മിച്ചം കിട്ടി. അത് കാണാനുള്ള ഇക്വേഷനാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ഡിവൈഡ് ബൈ ഐ ഇൻവെസ്റ്റ്മെൻറ്റ്. കണ്ടോ, ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഉദാഹരണം എടുക്കുക, 1 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തു, 10,000 കിട്ടിയാൽ 10% കിട്ടി, അല്ലേ? അതായത് എത്രയാണ് നമ്മൾക്ക് കിട്ടിയ ലാഭം, ബെനിഫിറ്റ്, എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത്. ഒരു
1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര കിട്ടി, കിട്ടി കണ്ടോ, അല്ലെങ്കിൽ 10 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇത്ര കിട്ടി. അതാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ബെനിഫിറ്റ് ആൻഡ് കോസ്റ്റ് അല്ലേ. കാണാൻ ഇക്വേഷൻ എന്താ, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ഈസ് ഈക്വൽ ടു PV/I അല്ലേ. ഇനി അതിൽ നിന്ന് ശ്രദ്ധിക്കുക, ഇതിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കുറക്കുകയാണെങ്കിൽ, ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി കുറക്കുകയാണെങ്കിൽ നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ മീൻസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ബെനിഫിറ്റ് ആൻഡ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൽ നിന്ന് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ടാണെങ്കിൽ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറക്കുകയാണെങ്കിൽ അതിനാണ് നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താണ്, PV/I - I എന്ന് പറയും. ഇനി ഇവിടെ ടേബിൾ നോക്ക്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 1ൽ കൂടുതലും നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 0ൽ കൂടുതലുമാണെങ്കിൽ അവർ ബിസിനസ് ആക്സെപ്റ്റ് ചെയ്യാം കേട്ടോ. എന്താണ്, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 1ൽ കൂടുതലാണ്, അതുപോലെ തന്നെ നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 0ൽ കൂടുതലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഈക്വൽ ടു 1 ആണെങ്കിൽ, ഈക്വൽ ടു 0 ആണെങ്കിൽ ഇൻഡിഫറൻ്റ് ആണ്, വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ പുറന്തള്ളാം. ലെസ് ദാൻ 1 ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു പ്രൊജക്റ്റ് കണക്കാക്കുകയാണ്, ആ പ്രൊജക്റ്റിൻ്റെ വാല്യുവേറ്റ് ചെയ്യുമ്പോൾ, ആ പ്രൊജക്റ്റിൻ്റെ മൂല്യം ഞാൻ വിലയിരുത്തുമ്പോൾ BCR എന്താ പറയുക, ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോവും ഈ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മളുടെ റേഷ്യോ ആണ് എന്ത്, നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ. അപ്പോൾ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 0ൽ കൂടുതലും 1ൽ കൂടുതലും, ഇനി നെറ്റ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ 0ൽ കൂടുതലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. ഈക്വൽ ടു 1ഉം ഈക്വൽ ടു 0 ആണെങ്കിൽ റിജക്റ്റ്, ഇൻഡിഫറൻ്റ് ആണ്, എന്ത് തീരുമാനിക്കാം, എന്ത് വേണമെങ്കിൽ റിജക്റ്റ് ചെയ്യാം ഓർ ആക്സെപ്റ്റ് ചെയ്യാം. ലെസ് ദാൻ 1ഉം ലെസ് ദാൻ 0 ആണെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രൊജക്റ്റ് ഇൻ ദ ടേംസ് ഓഫ് പേഴ്സൻറ്റേജ് ടേംസ് റാദർ ദാൻ അബ്സല്യൂട്ട് എമൗണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞൊക്കെ അബ്സല്യൂട്ട് എമൗണ്ടിലായിരുന്നു, എത്ര എമൗണ്ട് കിട്ടിയെന്നാണ്. ഇതല്ല, ഇത് ശതമാനത്തിലേക്ക് മാറ്റിയിട്ട് കാണുന്ന രീതിയാണ് എന്ത്, ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ അല്ലേ. എന്താണ്, ഇറ്റ് ഈസ് എ പേഴ്സൻറ്റേജ് ടേമിലാണ്, പേഴ്സൻറ്റേജിലാണ് കാണുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ ടു എസ്റ്റിമേറ്റ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ പ്രൊജക്റ്റ് ഇൻ ദ ടേംസ് ഓഫ് പേഴ്സൻറ്റേജ് ടേംസ് റാദർ ദാൻ ദ അബ്സല്യൂട്ട് എമൗണ്ട് അല്ലേ. പേഴ്സൻറ്റേജിലാണ് കാണുന്നതെങ്കിൽ, ശതമാനത്തിലാണ് കണക്കാക്കുന്നതെങ്കിൽ അതിനാണ് എന്ത് പറയുന്നത്, ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് അല്ലേ. എസ്റ്റിമേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദി പേഴ്സൻറ്റേജ്. ഓക്കെ, അത് നമ്മൾ പ്രധാനമായിട്ടും എന്താണ്, അത് കാണാനുള്ള ഇക്വേഷനാണ് നമ്മളിവിടെ കാണുന്ന ഇക്വേഷൻ. R1 ഫസ്റ്റ് വർഷത്തെ +1 + R + R2 1 + R⁻², x the Rn + 1 + R⁻n - C. എന്ന് വെച്ചാൽ കോസ്റ്റ് കേട്ടോ, കോസ്റ്റാണ്, C എന്ന് പറയും. ഓക്കെ, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന രീതികൾ. ശ്രദ്ധിക്കുക, ഓർത്തിരിക്കാതെ പേഴ്സൻറ്റേജ് കാണുന്ന രീതിയാണ് എന്ത്, ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ പറയുകയാണ്. എന്താണ്, ടൈം വാല്യൂ ഓഫ് മണിയെ പരിഗണിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി, ഇറ്റ് ഈസ് കൺസിഡർ ദ ക്യാഷ് ഫ്ലോ ഓവർ ദ എൻറ്റയർ ലൈഫ് ഓഫ് പ്രൊജക്റ്റ്. ആ പ്രൊജക്റ്റിൻ്റെ മുഴുവൻ വർഷവും ഓരോ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഓരോ കാലഘട്ടത്തിലേയും കിട്ടുന്ന എമൗണ്ടാണ് കണക്കാക്കുന്നത്. ഇവിടെ എന്ത് റേറ്റ് കിട്ടി, ഇവിടെ എന്ത് റേറ്റ് കിട്ടി, ഇവിടെ എന്ത് റേറ്റാണ് ഇവിടെ കണക്കാക്കുന്നത്, എമൗണ്ട് അല്ല കേട്ടോ. നേരത്തെ നമ്മൾ പറഞ്ഞപ്പോൾ ഇവിടെ C എന്നോ A എന്നൊക്കെ ആയിരുന്നു, അത് എമൗണ്ടാണ്. ഇവിടെ R ആണ് റേറ്റ്, എത്ര റേറ്റ് കിട്ടി, എത്ര റേറ്റ് കിട്ടി, എത്ര റേറ്റ് കിട്ടി എന്നാണ്. അത്ര ഇപ്പോൾ നമ്മൾ പറയുകയാണ്, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 10% തരണ്ടേ, 20% ലാഭവിഹിതം തരണ്ടേ കേട്ടോ. എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്, അതിൻ്റെ 10% തരണ്ടേ, അതാണ് R. ഈ R എന്ന് വെച്ചാൽ മാർക്കറ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. മാർക്കറ്റ് എത്രയാണ് നടപ്പുള്ള പലിശ നിരക്ക് എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ കാൽക്കുലേഷൻ ഓഫ് ഈ കോസ്റ്റ് ഈസ് ഈക്വൽ ടു നോട്ട് സഫീഷ്യൻറ്റ് കണ്ടീഷൻ കേട്ടോ. എന്താണ്, എന്താ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ഈ ക്യാപിറ്റൽ ഈസ് നോട്ട് എ സഫീഷ്യൻറ്റ് കണ്ടീഷൻ. അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് അനുയോജ്യമായ കണ്ടീഷനാണോ എന്നും നമ്മൾ നോക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇറ്റ് ഫേവർ ദാറ്റ് കീ ഒബ്ജക്റ്റീവ് മാക്സിമം ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് കേട്ടോ. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ഹോൾഡേഴ്സിന് മാക്സിമം വെൽത്ത് ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് ഷെയർ ഹോൾഡേഴ്സിന് പരമാവധി സമ്പത്ത് ഇത് ഓഫർ ചെയ്യുന്നത്. ഇറ്റ് ഡീൽസ് ദ റിലേറ്റീവ് ടേംസ് ആൻഡ് നോട്ട് എഫക്റ്റഡ് ബൈ ദ സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതല്ല, എത്ര ശതമാനം കിട്ടിയെന്നാണ് നോക്കുന്നത്. അത് അബ്സല്യൂട്ട് ടേം അല്ല, റിലേറ്റീവ് ടേമാണ്. അതുകൊണ്ട് എന്താണ്, എത്ര സൈസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് നോട്ട് കൺസിഡർ, എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി അതിൻ്റെ ഡീമെറിറ്റുകൾ എന്താണ്, വെരി ഡിഫിക്കൽട്ട് ആൻഡ് കോംപ്ലിക്കേറ്റഡ്. ഓക്കെ, അതായത് പലതരത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ബി അറൈസസ് അല്ലേ, പലതരത്തിലുള്ള കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്കറിയാം, ഇനി ഇവിടെ നമ്മൾ പറയുകയാണ് ഇതെന്താണ്, ഇവിടെ IRR വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. റീഇൻവെസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് ഈക്വലൻറ്റ് IRR.
അതായത് IRR പോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഈ റേറ്റ് ഡിവിഡൻഡ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ IRR, ഇന്ത്യൻ റേറ്റ് ഓഫ് റിട്ടേൺ, അത് വേണമെങ്കിൽ റീഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ മോഡിഫൈഡ് IRR എന്നൊക്കെ പറയും, നമ്മൾ പഠിക്കും. അത് പ്രാക്ടിക്കൽ ആവണമെന്നില്ല. ക്ലിയർ? ഇപ്പോൾ ഞാൻ പറയുകയാണ് എന്താ, എനിക്ക് കിട്ടുന്ന ലാഭമൊന്നും വേണ്ട, വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുള്ള കമ്പനിക്ക് ആവശ്യമുണ്ടോ നോക്കണ്ടേ? കമ്പനിക്ക് ആവശ്യമുണ്ടെങ്കിലല്ലേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതും ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ. ഓക്കെ. അതുപോലെ തന്നെ അഡിറ്റീവ് പ്രിൻസിപ്പിൾ അല്ല ഫോളോ ചെയ്യുന്നത്. കൂട്ടി വരുന്നില്ല, ഓരോ വർഷത്തെയും വാല്യൂ കൂട്ടി വരുന്നില്ലാത്തതും ഇവിടെ വിഷയമാണ് എന്നതാണ് വസ്തുത. അടുത്ത കൺസെപ്റ്റ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. അതായത് നമ്മൾ ഈ കമ്പനിയുടെ ലാഭവീതം ഉണ്ടല്ലോ, വീണ്ടും അത് കമ്പനി തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിനാണ് മോഡിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. എന്താണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ? ഇസ് എ ടൈപ്പ് ഓഫ് IRR ദാറ്റ് അസം ഓൾ റിട്ടേൺസ് ആർ റീഇൻവെസ്റ്റഡ് ഇൻ ദ കമ്പനി കോസ്റ്റ്. കണ്ടോ, കമ്പനിയിൽ തന്നെ എന്ത് ചെയ്യാണ്? ക്യാപിറ്റൽ റിക്വയർഡ് ഫോർ ദ റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലാഭം എന്ത് ചെയ്യുക? കമ്പനി തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് മാസം കമ്പനി 10,000 രൂപ തരുന്നുണ്ടെങ്കിൽ, ലാഭവിഹിതം തരുന്നുണ്ടെങ്കിൽ, ഞാൻ വാങ്ങാതെ എന്ത് ചെയ്യുക? ആ എമൗണ്ട് വീണ്ടും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. LIC ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ LIC മെച്യൂരിറ്റി പീരീഡ് കഴിഞ്ഞാൽ ആ എമൗണ്ട് എന്ത് ചെയ്യുക? വീണ്ടും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് ദ, അതുപോലെ KSFE ഒക്കെ ഉണ്ട് ഈ സിസ്റ്റം. അതിനാണ് മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ KSFEയിൽ ചിട്ടി കിട്ടിയാൽ ആ ചിട്ടി എമൗണ്ട് വീണ്ടും അവിടെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ദ മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺസ് കേട്ടോ. മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ ആപ്ലിക്കേഷന് കണ്ടോ, nth റൂട്ട് ഓഫ് ടെർമിനൽ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ ഔട്ട്ലേ മൈനസ് I. എന്താണ് നമ്മൾ നോക്ക്, ടെർമിനൽ ക്യാഷ് ഫ്ലോ ഡിവൈഡ് ബൈ ഔട്ട്ലേ മൈനസ് I. ഇതാണ് ഓർത്തിരിക്കട്ടോ MIRR കാണാനുള്ള ഇക്വേഷൻസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് സെക്കൻഡ് ചാപ്റ്ററാണ്, വാല്യുവേഷൻ ഓഫ് ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. അത് നമ്മൾ വേറൊരു വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ. ഞാൻ വീണ്ടും പറയുകയാണ്, വീഡിയോ കാണുക, പോയിന്റുകൾ നോട്ട് ചെയ്ത് വെക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ.